അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മീകായിൽ പള്ളിയുടെ പൂർണ്ണ രൂപം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ സിയാറത്തിന് പോയി കഴിഞ്ഞാൽ ആ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമാണ് കാണാറുള്ളത്. ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഉൾവശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. അതന്നെ കുറഞ്ഞ സമയങ്ങൾ, ആ നിസ്കരിക്കുന്ന സമയത്ത് മാത്രം, അത് 10-15 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഒട്ടുമിക്ക പേരും ഉൾവശം കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും മീകായിൽ പള്ളി ജിന്നുണ്ടാക്കിയ പള്ളിയാണ്. അതിൽ ഉൾവശം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കാറുണ്ട്. നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഉൾവശവും ഇതുപോലെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ മക്കാമാണ് നേരത്തെ കണ്ടത്. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തിൽപ്പെട്ടതാണ് ഈ പള്ളി എന്നുള്ളത്. ജിന്നുകൾക്കൊക്കെ ക്ലാസ് എടുത്ത് ദർസ് നടത്തിയിരുന്നതാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെയാണ് ഈ പള്ളി കയറ്റുന്നതൊക്കെ. ഇതിൻ്റെ അത്ഭുതം എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാലാണ് അവിടുത്തെ അത്ഭുതം നമുക്ക് വെളിവാവാൻ കഴിയുക. നമ്മൾ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട്, കാരണം അത്രയും വലിയ കല്ലുകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ടവർ ഹിജറ വർഷം എത്രയാണ്? 1040 ജനിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കല്ലൊക്കെ എങ്ങനെയാണ് ആ ഉയരമുള്ള സ്ഥലത്തേക്ക് വെക്കാൻ കഴിയുക എന്നുള്ളത് ഈ പള്ളി നേരിട്ട് കാണുമ്പോഴാണ്. അതേപോലെ തന്നെ അതിൻ്റെ നമ്മൾ സാധാരണ ഒരു തൂണ് കഴിഞ്ഞിട്ട് വാർപ്പിടുന്ന അതിൻ്റെയൊക്കെ വലിയ കല്ലുകളാണ്. അതന്നെ അത്രയും കട്ടിയുള്ള കല്ലാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല മഹാന്മാരെ സ്നേഹിക്കാനും അവരെ കറാമത്ത് ഉൾപ്പെടാനും, കാരണം കാണാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഈ പള്ളി എവിടെയെന്ന്. പ്രസിദ്ധമായിരിക്കുന്ന കുത്തുബിയത്തിൻ്റെ രചയിതാവും പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനും ആഷിഖുർ റസൂലായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ കീഴക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രശസ്തി എന്ന് പറഞ്ഞത്, ഇൽമ് പഠിച്ചതൊക്കെ വാപ്പയിൽ നിന്നാണ്. അതേപോലെ തന്നെ തലപ്പാവ് ധരിച്ചത് വലിയ സൂഫി വരിയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലെ കണ്ണിയും വലിയ ആബിദും സൂഫി വര്യനും പണ്ഡിതനുമായിരിക്കുന്ന ഷെയ്ഖ് സുലൈമാനുൽ കാഹിരി റളിയല്ലാഹുവിൻ്റെയും മഖ്ദൂമി കുടുംബമായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിൻ്റെയും 5 മക്കളിൽ 3ാമത്തെ പുത്രനാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അള്ളാഹു എവിടെ ജനിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കായൽ പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഇൽമൊക്കെ പഠിച്ചിരിക്കുന്നത് പണ്ഡിതനും സൂഫിയുമായിരിക്കുന്ന പിതാവിൽ നിന്നാണ് ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രഗത്ഭ പണ്ഡിതനും വലിയ ആയിരിക്കുന്ന ഷെയ്ഖ് മഖ്ദൂം ഷിനീന ലബ്ബ ആലിമിൽ നിന്നാണ് കർമ്മശാസ്ത്രവും മറ്റ് ഇൽമിൻ്റെ ശാഖകളും പഠിക്കുകയും തലപ്പാവ് ധരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പഠിച്ചത് തന്നെ വലിയ ആലിമീങ്ങളിൽ നിന്നാണ്. ഉപ്പയിൽ നിന്നാണ് ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കം തന്നെ നല്ലൊരു നിലയിലാണ് ബഹുമാനപ്പെട്ടവർ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കറാമത്ത് കൊണ്ട് പ്രശസ്തമായവരാണ് ഇവരെ ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഉസ്താദാണെന്നുണ്ടെങ്കിലും, കർമ്മശാസ്ത്രം പഠിച്ചെന്ന് അറിയില്ല, ആ ഉസ്താദാണെന്നുണ്ടെങ്കിലും ഒരുപാട് കറാമത്ത് കൊണ്ട് പ്രശസ്തമായവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ടവരുടെയൊക്കെ കറാമത്ത് കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട്, നദർ കൊണ്ട്, നസർ കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവിടുത്തെ ചരിത്രങ്ങൾ. അതുകൊണ്ടാണ് വിശദീകരണം നൽകാത്തത്. നമ്മൾ മാസത്തിൽ നടത്തുന്ന കുതുബിയത്തിലാണെന്നുണ്ടെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മജ്‌ലിസിലും നിങ്ങൾ